ഇന്ന് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പ്. ഞങ്ങൾ കുറച്ച് ആൾക്കാരെല്ലാവരും കൂടെ ഒരു വൺ ഡേ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ രാവിലെ ഒരു 8:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ മോനും കൊച്ചുമ്മായും കൊച്ചുമ്മാടെ മോളും ഞങ്ങൾ 4 പേരും, പിന്നെ കൊച്ചുമ്മാടെ നേഴ്സറിയിലുള്ള കുറച്ച് ആളുകളും. അംഗനവാടിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഹെൽപ്പേഴ്സ് എല്ലാവരും കൂടെ പോണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങളെയും കൂടെ വിളിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനും മോനും പോയത്. പിന്നെ വൺ ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ പോയിട്ട് വരാമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പോകുന്നതിൻ്റെ തലേന്ന് തന്നെ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലൈമറ്റ് കുറച്ച് കൊള്ളാം, അധികം ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഇറങ്ങി നേരെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഓട്ടോ പിടിച്ച് നേരെ ഞങ്ങൾ ഈ ഒരു ബസ് സ്റ്റോപ്പിൽ വന്നു. അവിടെയാണ് വണ്ടി വന്നത്. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് പേരെ കയറ്റാനുണ്ട്, കാരണം എല്ലാവരും അവരവരുടെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ ഓരോരുത്തരായിട്ട് കയറ്റിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളതിൽ എനിക്ക് ആരെയും പരിചയമില്ല. സത്യം പറഞ്ഞാൽ ഈ വണ്ടിയിൽ കയറുന്നതിൽ ഒരുവിധം ആൾക്കാരെ ആരെയും എനിക്കറിയില്ല. കൊച്ചുമായും കൊച്ചുമാടെ മോളും ഞാനും കൊച്ചും, പിന്നെ ബാക്കിയുള്ളവരെല്ലാം പുറമേ ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ ഒരു ട്രിപ്പ് പോകുന്നതെന്ന് ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അവസാനം വരെ അടിച്ച് പൊളിച്ച് തന്നെയാണ് പോയിട്ട് വന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറിയിരുന്നിട്ട് കുറേ നേരം ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവന് ഫ്രണ്ടിൽ പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അവന് നോക്കാം, സീറ്റ് നോക്കിയിട്ട് എല്ലാവരും ഇരുന്നതിന് ശേഷം നമുക്ക് നിന്നെ ഫ്രണ്ടിലോട്ട് വിടാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ട് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അവനിപ്പോഴേ തുടങ്ങി ഫ്രണ്ടിൽ പോകണം, പാട്ടിടണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ. അപ്പോൾ എല്ലാവരെയും കയറ്റിയതിന് ശേഷം മാത്രം പാട്ടിടാം എന്നുള്ളത് കൊണ്ട് പാട്ടൊന്നും ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരെയും കയറ്റിയതിന് ശേഷം കുറച്ച് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അവർ പാടാൻ അറിയാവുന്ന കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു പോയിന്റിൽ വെച്ച് നിർത്തിയിട്ട് ചായയും സമൂസയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കട്ടൻ കുടിച്ചു. പാൽച്ചായ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കട്ടൻ മതി എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു കട്ടനും കുടിച്ചു, ഒരു സമൂസയും കഴിച്ചു. പിന്നെ അങ്ങോട്ട് പോകുന്നത് വരെയും പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഡാൻസൊക്കെ ആയിട്ടാണ് പോകുന്നത്. അവർ നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ലൈഫിൽ അവർക്ക് ഇതൊക്കെയാണ് ആവശ്യം. പിന്നെ അങ്ങോട്ട് എൻ്റെ മോനും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവനും പിന്നെ അങ്ങോട്ട് ഡാൻസായിരുന്നു. കളിക്കാൻ പേടിയുണ്ട് സത്യം പറഞ്ഞാൽ. വണ്ടിയിൽ നിന്നിട്ട് കളിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഭയം ഉള്ളിലുണ്ട്, കാരണം വീഴോ എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ളതുകൊണ്ട് പിടിച്ച് നിന്നൊക്കെയാണ് കളിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആട്ടം മാത്രമേ ഉള്ളൂ, വേറെ സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു ആട്ടം ആടി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ കുറേ നേരം അവൻ്റെ ഡാൻസും കണ്ട് ഞങ്ങളിരുന്നു. ഇതിനൊക്കെ ഇടയിലായിട്ട് ഒരുപാട് സാധനങ്ങൾ തിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പക്ക അവിടെ ആരോ കൊണ്ടുവന്നതാണ്, അത് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ഞങ്ങൾ ആദ്യം പോകേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പോയത് കോട്ടൂരാണ്. കോട്ടൂർ എന്ന് പറയുമ്പോൾ ആനയൊക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ എത്തിയപ്പോൾ നല്ല രസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യം വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ സിംഗിളായിട്ടും എല്ലാം കുറേ ഫോട്ടോകളൊക്കെ എടുത്തായിരുന്നു. അതിനുശേഷം പിന്നെ ചർച്ചയായിരുന്നു, അകത്തേക്ക് കയറാൻ ടിക്കറ്റ് ഉണ്ടോ, ഒരുമിച്ച് എടുക്കണോ സെപ്പറേറ്റ് എടുക്കണോ, അങ്ങനെ കുറേ ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസാനം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാനായിട്ട് അകത്തേക്ക് കയറിയപ്പോൾ കുറേ നല്ല രസമുണ്ട്. നല്ലൊരു സ്പേസാണ്, അടിപൊളിയാണ്. അവിടെ ഇരിക്കാനൊക്കെ നമുക്ക് തോന്നും. അത്ര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. പ്രത്യേകിച്ച് ചുറ്റും കാടൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു വാം ഫീലിംഗ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് കയറി നേരെ കൊച്ചുമ്മ പോയി ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോഴേക്കും ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങി നടക്കുകയാണ്, സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തോ എക്കോ ഷോപ്പൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ നോക്കാനായിട്ട് പോവാണ്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിടെ ഇരുന്നു കുറച്ച് നേരം. അപ്പോഴേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്നു.
എന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് താഴോട്ടാണ് പോവേണ്ടത്. അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് ആനകളെ കാണാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഈ സൈഡിലൊക്കെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയും എല്ലാം ഉള്ളൊരു സ്ഥലമാണ്. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ നേരെ നടന്നു. ആനയെ കാണാനായിട്ട് നടന്ന് പോകണം. അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങളെല്ലാവരും വരുന്നതിൻ്റെ ഒരു വീഡിയോ ഇടും. അങ്ങനെ ഇവർ നടന്നു വരുന്ന ഒരു വീഡിയോ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ എല്ലാം എടുത്തിട്ട് നേരെ നടന്ന് കുറച്ച് ദൂരത്തോട്ട് പോയാലേ ആനയെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടത് വെച്ചിട്ട് കുറേ ആനകളുണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ആനകളൊന്നും കണ്ടില്ല. അപ്പം നേരെ ഞങ്ങൾ പോണത് ആദ്യത്തെ ആനയെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് നേരെ പോവാണ്. നല്ല കാടും ചുറ്റും കാടും പ്രദേശമൊക്കെയാണ്. അങ്ങനെ ഞങ്ങളിതാ നേരെ ആദ്യത്തെ ആനയെ കാണാൻ പോയി. അതിങ്ങനെ ഒരു കാലും പൊക്കിപ്പിടിച്ച് നിൽക്കുകയാണ്. എൻ്റെ ശബ്ദം കുറച്ച് ഇതാണ്. ഈ പോയിട്ട് വന്നതിൻ്റെ ആ ഒരു ഇതാണ്, മഴയൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ആദ്യം തന്നെ ഈ ആനയെ കണ്ടു. ആ ഒരു കാലിലും ഇങ്ങനെ പൊക്കി വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ആനയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ആനയെ കാണാനായിട്ട് മുന്നോട്ട് നടന്നു. ഇപ്പം ഇതൊന്നായി, ഇനി 2-3 കൂടെ ഉള്ളൂ. പോകുമ്പോൾ ഫുൾ കാട് തന്നെയാണ്. വീണ്ടും അടുത്ത ഒരു ആനയെ കാണാനായിട്ട് പോയി. അതിനെയും കണ്ടു. അപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു കോമ്പൗണ്ടിൽ കുറേ 5-6 ആനയൊക്കെ ഇങ്ങനെ നിർത്തുമെന്നാണ്. പക്ഷേ ഇവിടെ ഓരോന്നും ഇതൊക്കെ ഉള്ളൂ. ഒന്നുകിൽ എല്ലാം പോയി കാണും, എന്താണോ എന്തോ. വലുതായിട്ട് ആനകളൊന്നും കാണാൻ പറ്റില്ല. 5-6 ആന അത്രയേ ഉള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഇവൻ്റെ ഓരോ കോപ്രായങ്ങളുണ്ട്. പിന്നെ സ്ഥലം അത്ര നല്ല തറയൊന്നുമില്ല. അപ്പോൾ വീണ് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒരയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനോട് പറയണ്ട, നീ നോക്കി നടക്കണം, ഓടരുതെന്ന് പറയുന്നുണ്ട്. കാരണം വീണ് കഴിഞ്ഞാൽ നല്ലതുപോലെ മുറിയും, ഒരഞ്ഞു പോവും. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരയും. അത്ര കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്ത സ്ഥലങ്ങൾ കാടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ടെടാ, നീ ഓടാതെ നടക്കണമെന്ന്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള തറകളൊക്കെയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്ത് ഓടരുതെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു ഫാമിലി വരുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വന്ന് വീണു. ആ കുട്ടി കരച്ചിലൊക്കെ ആയിരുന്നു. എൻ്റെ താടിയൊക്കെ എന്തോ ഇടിച്ചു. അപ്പം മുറി എന്തോ ചെയ്തിട്ട് അത് കരച്ചിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇനി നീ ഓടി വീണിട്ട് കരയാൻ നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം നടക്കണം അടുത്ത ആനയെ കാണാനായിട്ട്. പകുതി വെച്ചിട്ട് എല്ലാവർക്കും മതിയായി. അവരൊക്കെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ദൂരെ പോയി നിന്ന് കാണാനെന്നുള്ളൊരു അത്രയും ദൂരം നടക്കാനൊന്നും അവരെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പോയി മാക്സിമം എല്ലാത്തിനെയും കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഏജും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു. 8 വയസ്സാണ്, 9 വയസ്സാണ്, 5 വയസ്സാണ്. ഇവനേക്കാളും 1 വയസ്സിന് താഴെയുള്ള ഒരു ആന വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവനോട് പറയണ്ട, നിന്നെക്കാളും ഇളയതാണ്. അങ്ങനെ പിന്നെ അത് തന്നെയായിരുന്നു ഫുൾ. വരണവരടുത്ത് പോണവരടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്നെക്കാളും ചെറിയ ആനയെ കണ്ടു, എൻ്റെ വയസ്സിനേക്കാളും ചെറിയ ആനയെ കണ്ടു എന്നാണ് പറയുന്നത്. ഈ വോയിസ് ഓവർ ഞാൻ ചെയ്യുമ്പോൾ പോലും ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. കാരണം ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ 2-3 ആനയും കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ കണ്ടു. എന്നിട്ട് നേരെ ഞങ്ങൾ പോയത് കണ്ടില്ലേ, ചെറിയ ആനയാണ്. ഈ കാണുന്ന ആനയ്ക്കാണ് 5 വയസ്സെന്ന് പറഞ്ഞത്. പിന്നെ അങ്ങോട്ടുള്ളത് 8-9 വയസ്സൊക്കെ ഉള്ള ആനയാണ്. അങ്ങ് ഉള്ളിലോട്ട് നിൽപ്പുണ്ട് 2 ആന. അപ്പോൾ ആ 2 ആനയും കൂടെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിച്ച് വീണ്ടും നടന്ന് നേരെ ഞങ്ങൾ പോയത് ബോട്ടിങ്ങിനാണ്. വഴി ചോദിച്ച് പോകുന്നുണ്ട്. അവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ദിസ് വേ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ബോട്ടിങ്ങിലേക്ക് പോയി. അവിടെ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ആൾ കുറവാണ്. അപ്പോൾ ടിക്കറ്റിനൊക്കെ കൗണ്ടറിലൊക്കെ ആൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയപ്പോഴേക്കും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ കുറേ സമയം എടുത്തു. അപ്പോൾ ഞാൻ താഴോട്ടൊക്കെ പോയി കുറേ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു സ്പേസ് ആയിരുന്നു. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് കാലും അങ്ങനെയൊന്നും നനയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ ഇറങ്ങിയിട്ട് കാര്യമില്ല, ജസ്റ്റ് ബോട്ടിങ്ങിന് പോകാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ താഴോട്ട് പോവാണ്. ഇതിൻ്റെ ഇടയിൽ ഈ സാധനം ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്ന മറ്റേ തോണിയാണ്. തോണിയല്ല, എന്ത് തോണിയാണ് ഒരു സംഭവം, എനിക്ക് പേര് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. ആ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പോയപ്പോൾ അത് ആളില്ല. കാരണം ആളുണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം മറ്റേ പെഡൽ ബോട്ടിംഗ് ഉണ്ട്. ഇതിൽ കാല് വെച്ച് നമ്മൾ ചവിട്ടി പോകുന്നത്. അപ്പോൾ അത് റിസ്ക്കാണ്, കാലൊക്കെ വേദന എടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ തോണി ചോദിച്ചപ്പം ഇതിൽ ആളില്ല, വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴവർ പറഞ്ഞത് ആ കിടക്കുന്ന പച്ച റോബോട്ട് എന്നാണ് അതിൻ്റെ പേര് പറഞ്ഞത്.
അതിൽ പോകണമെന്നുണ്ടെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അതിൽ ടിക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ടിക്കറ്റ് എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് പറഞ്ഞത് അതിൽ വരാനുള്ള ആൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് വരുമെന്ന്. അപ്പോൾ ഇവിടെ ബഹളം, കുറേ നേരമായിട്ട് വന്ന് നിൽക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബഹളമാണ്, നമുക്ക് പോവാമെന്ന്. അവസാനം എങ്ങനെയൊക്കെയോ അവനെ വെള്ളത്തിലേക്ക് ഇറക്കിയെന്ന് വേണം പറയാൻ. അവന് നടുക്കിരിക്കണ്ട, സൈഡിലിരിക്കണം, കൈവച്ച് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കണം. പക്ഷേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലല്ലോ. കാരണം അവിടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കുന്നതാണ്. രണ്ടുപേരും അറ്റത്തറ്റത്തിരുന്നിട്ട് ഇവനെ നടുക്കാണ് ഇരുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനിങ്ങനെ താഴെ വെള്ളത്തിൽ കളിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് വെച്ച് ഈ ഞങ്ങളുടെ കൂടെയുള്ള ആൾ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെ ഒരുപാട് വെള്ളം കുറവാണ്. ഈ മണ്ണ് കാണുന്ന അത്രയും ഹൈറ്റിൽ വെള്ളം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇപ്പം ക്ലൈമറ്റിൻ്റെ ഇത് കാരണം, ചൂട് കാരണം അത്രത്തോളം വെള്ളം ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും ഉള്ളിലോട്ടൊക്കെ പോകുന്നത്. ഇല്ലെങ്കിൽ ഇത്രയും ഉള്ളിലോട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഒരു പകുതി വരെ പോയിട്ട് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഇന്ന് ഞങ്ങൾ ഫുൾ ഉള്ളിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് ആ പെഡൽ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര പാടാണ്, കാരണം കാല് വേദന എടുക്കും. അതുമല്ല നമ്മളെ രീതിക്കനുസരിച്ചായിരിക്കില്ല അത് പോകുന്നത്, അത് അതിൻ്റേതായ ദിശയിലേക്ക് പോകും. അപ്പം ഞാൻ ഇങ്ങനെ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് എനിക്കും കളിക്കണമെന്ന്. അവസാനം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു പോയിന്റിൽ എവിടെയെങ്കിലും അടുത്തെവിടെയെങ്കിലും പോയിട്ട് നിനക്ക് വെള്ളത്തിൽ കളിക്കാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ വെള്ളത്തിൽ ബോട്ടിങ്ങിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ അടിയിലാണോ എന്ന് അറിഞ്ഞൂടാ, ഇവിടെ എന്തോ പാമ്പും അതും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ കാടല്ലേ, അപ്പോൾ അതിൻ്റേതായ എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല വെയിലാണ് കാണാൻ. ഇതാണെങ്കിലും എന്തോ ഭയങ്കര വെയിൽ, ഞങ്ങൾ കയറിയതിന് ശേഷം ഭയങ്കര വെയിലായിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് ആ വെയിൽ ഇതായി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കാംനെസ് ഉണ്ടായി. ആ വെയിലൊക്കെ പോയി നല്ല സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ പോയി. അങ്ങനെ കുറേ നേരം ആ ഒരു ബോട്ട് ഇട്ടിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചുമ്മാ ഇരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ തോണിയിൽ ഈ കറക്കമൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം നിന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ നേരെ കയറി. തിരിച്ച് വരുമ്പോൾ തിരിച്ച് മുകളിലോട്ട് കയറി വണ്ടിയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഈ ഒരു സാധനത്തിനെ കണ്ടത്. അതെന്ത് ജീവിയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തോ കണ്ടപ്പോൾ പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും എന്തൊക്കെയോ കഥകളൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യാം എന്നൊക്കെയുള്ള പ്ലോട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വണ്ടിയിലേക്ക് കയറി. വണ്ടിയുടെ അടുത്ത് എത്തണമെങ്കിലും നടക്കണമല്ലോ. അപ്പം നടന്ന് നേരെ ഞങ്ങൾ വണ്ടിയിലേക്ക് വന്ന് കയറുകയാണ്. കയറിയിട്ട് അടുത്ത് എവിടെ പോകണം എന്നുള്ളത് ഡിസ്കഷൻ തുടങ്ങിയിട്ടുണ്ട്. നെയ്യാർ ഡാമിൽ പോകണോ അതോ അമ്പൂരിയിൽ പോകണോ എന്നുള്ളതാണ് ഡിസ്കഷൻ. എന്നിട്ട് പറഞ്ഞു വണ്ടിക്കകത്ത് കയറിയിട്ട് നോക്കാം എന്നുള്ളതിൽ ഞങ്ങൾ പോവുകയാണ്. അപ്പോഴേക്ക് ഇവൻ ഫ്രണ്ടിൽ കയറി, ഒരു വിധത്തിലും ബാക്കി വരില്ല, അവൻ ഫ്രണ്ടിൽ ഇരുന്നോളാന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഫ്രണ്ടിലായതുകൊണ്ട് പിടിക്കാനൊന്നും പറ്റിയില്ലെങ്കിലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് പോവാണ്, നീ മര്യാദയ്ക്ക് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവസാനം ഞങ്ങൾ നേരെ നെയ്യാർ ഡാമിലേക്ക് പോയത്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് കുറവായിരുന്നുകൊണ്ട് ഞാൻ ചാർജ് ഇട്ടിരിക്കുകയായിരുന്നു. നെയ്യാർ ഡാമിൻ്റെ അവിടെ എത്തിയപ്പോൾ വെള്ളമില്ല, നെയ്യാർ ഡാം ഫുൾ വറ്റി വരണ്ട് കിടക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ നെയ്യാർ ഡാമിൻ്റെ ടോപ്പിൽ പോയപ്പോൾ അവിടെ എന്തൊക്കെയോ കാണാനൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്, മുതലയുടെയും അങ്ങനെ എന്തൊക്കെയോ. പക്ഷെ അവിടെയൊന്നും കയറിയില്ല, കാരണം 300 രൂപയാണെന്ന് പറഞ്ഞു. അതുപോലെ അവിടെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ചേർത്ത് ഒരാൾക്ക് 300 രൂപയാണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ ബോട്ടിങ്ങിൽ കയറണ്ട, കാരണം 300 രൂപയൊക്കെ കൊടുത്ത് കയറണ്ട, ഇപ്പം നമ്മൾ ഓൾറെഡി കയറിയിട്ടാണല്ലോ വന്നത്. അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും കഴിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പം ഇത് ഞങ്ങൾ രാവിലെ കൊണ്ടുപോയ ഇടിയപ്പോ ഇറച്ചിക്കറിയാണ്. കാരണം ഇവ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവന് കൊടുക്കാൻ പോയി ഇവ ഒരു വിധത്തിലും കഴിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൊച്ചുമ്മ ഇടിയപ്പമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഒരിടത്ത് കയറി ഇരുന്നു. അവസാനം അവനത് വാരി കൊടുത്തതിന് ശേഷം പിന്നെ മാങ്ങയും നെല്ലിക്കയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും വാങ്ങിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഈ ഒരു പോയിന്റിൽ വന്നിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ കൊണ്ടൊന്നും പോയില്ല. കൊച്ചുമ്മയുടെ ആ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരിൽ ആരൊക്കെയോ കുറച്ച് കൂടുതൽ ആഹാരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറും സാമ്പാറും രസം, അവിയൽ, മാങ്ങാച്ചാറ്, മാങ്ങാപ്പുളിശ്ശേരി, അങ്ങനെ കുറേ ഐറ്റം ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. വീണ്ടും എന്നിട്ട് ഞങ്ങൾ വന്ന് ഇവിടെ നിന്ന് മാങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപ്പിലിട്ട മാങ്ങ വാങ്ങി, പിന്നെ ഫുള്ളൊരു മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങി. പിന്നെ നെല്ലിക്ക, ശീമ നെല്ലിക്ക, അതും വാങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോവുകയാണ്. ഈ വ്യൂ ഒക്കെ കാണാൻ വളരെ ഭംഗിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടേക്ക് ഇറങ്ങി നിന്ന് കളിക്കാൻ തോന്നും, വെള്ളത്തിലൊക്കെ കിടന്ന് മറിയാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി പോകുന്നത് അമ്പൂരിയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്, കാരണം വെള്ളത്തിൽ മറിയുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അപ്പോൾ നേരെ ഞങ്ങൾ അമ്പൂരിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ എവിടെയെങ്കിലും പോയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്.
ഈ പോകുന്ന വഴിക്ക് വെച്ചിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടെങ്കിൽ കയറിയാലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിലും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ അമ്പൂരിയിലേക്ക് തന്നെ പോകാമെന്ന് കരുതി. അപ്പോൾ പോകുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. നേരെ ഞങ്ങൾ അമ്പൂരിയിലേക്ക് പോയി. കാണാൻ തന്നെ സൂപ്പറാണ്. വെള്ളത്തിൽ കളിക്കാനായിട്ട് നേരെ ഇതോ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും സെപ്പറേറ്റ് ഓരോ ഡ്രസ്സുകൾ കൊണ്ടൊക്കെയാണ് വന്നത് കളിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഞാനുൾപ്പെടെ എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമൊന്നും അങ്ങനെ ഇല്ല. പക്ഷെ അവിടെ ഒരു ചായക്കട പോലെയുണ്ട്. അപ്പോൾ ആ ചായക്കടയുടെ പുറകിലായിട്ട് അവരതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോകുന്നവരതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി ഷിസാന് ഞാൻ മാറ്റിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നേരെ വെള്ളത്തിലോട്ട് പോവുകയാണ്. കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ അധികം ആളില്ല, പക്ഷേ ഇനി സത്യം പറഞ്ഞാൽ കുറേ കഴിയുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ആളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടു. പക്ഷേ പിന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചെളി പോലത്തെ വെള്ളമാണ്. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല വെള്ളമാണ്. അപ്പം എനിക്ക് ഇവ ഉള്ളതുകൊണ്ട് ഉള്ളിലോട്ട് അധികം പോകാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവിടെയാണ് ഇരുന്നത് കൂടുതലും. അപ്പം ഇവിടെയൊക്കെ ആയിരുന്നപ്പോൾ ഫുൾ അടിയിൽ കല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടക്കാൻ പറ്റില്ല. ചെരുപ്പില്ലാതെ നടക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ്. കാലിൽ മൊത്തം ഇങ്ങനെ കുത്തി 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 കയറുകയാണ്. ആ ഒരു കല്ലൊക്കെ അങ്ങനത്തെ കല്ലാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കുറേ നേരം കളിച്ചു. ഞാൻ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒരു 3:30 എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് നേരം ഒരു 5:30 വരെയൊക്കെ ഞങ്ങൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മഴയും പെയ്യാൻ തുടങ്ങി. അപ്പം വെള്ളം നനയുന്നുണ്ട്, അതിൻ്റെ കൂടെ തലയിലും ഒക്കെ വെള്ളം മഴയും പെയ്യുന്നുണ്ട്. പക്ഷെ വലിയ മഴയല്ല, ചെറിയ തൂറ്റൽ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു മഴയാണ്. അപ്പം പിന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് കളിച്ചിട്ട് ഞങ്ങൾ നേരെ വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഞാൻ അവിടെ നിന്നൊരു ബജിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മുട്ട ബജിയും കഴിച്ചു, വാഴയ്ക്കപ്പവും കഴിച്ചു. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ട് നേരെ ഇവനും വല്ലതും വേണമെന്ന് ചോദിച്ചപ്പോൾ അവന് ഒന്നും വേണ്ട. അപ്പം അവിടെ ഒരു ആൻറ്റി മരിച്ചിനിയും മീൻകറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി പോകാനായിട്ട് ഫുൾ ചെളിയും ഒക്കെയാണ്. ഞാനാണെങ്കിൽ വെള്ള പാൻറ്റൊക്കെയാണ് ഇട്ടുകൊണ്ട് പോയി. അതെല്ലാം അഴുക്കൊക്കെ ആയി. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം ഞങ്ങൾ വണ്ടി കയറിയ സമയത്ത് ചിപ്സൊക്കെ ഉണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ തീർക്കണമല്ലോ. അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഞങ്ങളിതെല്ലാം കഴിച്ച് പോവാണ്. ഇനി പോകുമ്പോൾ അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ഇനി ഒരിടത്തും ഇറങ്ങാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുറേ നേരം ഈ ഒരു ഡാൻസും പാട്ടും ഒക്കെ കണ്ട് അങ്ങനെ പിന്നെ പോകുന്ന വഴിക്ക് വെച്ചിട്ട് ഈ ഒരു ബ്രിഡ്ജ് കണ്ടപ്പോഴേക്കും പിന്നെ കുറച്ച് നേരം ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. വണ്ടിയിലുള്ള കുറച്ച് പേര് മാത്രമേ ഇറങ്ങിയുള്ളൂ. നല്ല മഴയായിരുന്നു. നല്ല മഴയല്ല, ചെറിയ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഞാൻ ഓഫാണ്. കാരണം മഴ പെയ്തതും വെള്ളത്തിൽ കളിച്ചതും ഒക്കെ ആയിട്ട് എനിക്ക് ഒട്ടും വയ്യ. അതിൻ്റെ കൂടെ നല്ല തലവേദനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പുറകിലാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ ക്ഷീണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന ഇത് തന്നെയാണ്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ അവിടെ നിന്ന് എവിടെയെങ്കിലുമൊക്കെ പോയാലോ എന്നൊക്കെ ഡിസ്കഷൻ വീണ്ടും നടക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞു വേണ്ട, നമുക്ക് 7-7:30 ആകുമ്പോൾ വീടെത്തുമല്ലോ, അത് മതി എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഫുൾ ബ്ലോക്കായിരുന്നു. പിന്നെ വന്നതുപോലെ തന്നെ എല്ലാവരെയും തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിൽ ഇറക്കി തന്നെയാണ് ഞങ്ങൾ വന്നത്. അവസാനം ഞങ്ങൾ നേരെ ഞങ്ങളെ ഞങ്ങളുടെ വീടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു പോയിന്റിലെത്തിയപ്പോൾ ഞങ്ങളെ ഇറക്കി തന്നു. പിന്നെ അവിടെ നിന്ന് ഞാൻ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഞാനും മോനുമായിട്ട് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നാണ് ഞങ്ങൾ പിന്നെ രാത്രിത്തെ ആഹാരം കഴിച്ചത്. രാവിലെ ചോറൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് വന്നു, ഫുഡെല്ലാം കഴിച്ചു, കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു. ഒരു 1 ഡേ ട്രിപ്പ്, വെള്ളത്തിൽ കളിക്കാൻ പറ്റിയ ഒരു 1 ഡേ ട്രിപ്പായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിപ്പാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് സുഖമായിട്ടിരുന്ന് വരാൻ. ഓൾറെഡി വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് കൂടുതൽ മെലഡീസ് കേൾക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെലഡിയും പാട്ടൊക്കെ ഇട്ട് അങ്ങനെ കേട്ട് കുറച്ച് നേരം അങ്ങനെ ആസ്വദിച്ചങ്ങനെ ഇരുന്നു. മഴയും കാറ്റും എല്ലാം കൂടെ ആയപ്പോൾ പാട്ടുമൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഞാൻ മിസ് ചെയ്തതൊരു കട്ടനായിരുന്നു. ഒരു കട്ടന് ഒരു വാഴയ്ക്കപ്പവും കൂടെ ഇവിടെ വണ്ടിക്കകത്ത് വെച്ച് കിട്ടിയിരുന്നെങ്കിൽ അത്രയും സന്തോഷമായിരുന്നു. പക്ഷേ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇത് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു. കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അടുത്ത ഇതുപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.